നമ്മൾ ഇന്നൊരു പുതിയ ചാപ്റ്ററാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഫെനറ്റിക്സ് ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് ഏകദേശം എത്തിക്കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫെനോളജി. ഫെനോളജി മീൻസ് മലയാളത്തിൽ ധ്വനിശാസ്ത്രം അല്ലെങ്കിൽ സ്വരശാസ്ത്രം എന്ന് പറയും. We have already seen that in English phonetic alphabet there are 44 sounds. അത് നമ്മൾ കണ്ടു കഴിഞ്ഞാണ്. 44 ധ്വനികളുണ്ട്. ആ 44 ധ്വനികളെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിക്കൊണ്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോവാണ്. ആദ്യം എന്താണ് ഫെനോളജി എന്ന് നോക്കാം. The study of the sound structure of a language is divided into two branches. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. The study of the sound structure of a language. ഏതൊരു ഭാഷയുടെയും ശബ്ദഘടനയെ എടുത്ത് പഠിക്കുന്നതിന് നമ്മൾ രണ്ടായിക്കൊണ്ട് ഡിവൈഡ് ചെയ്യും. Is divided into two branches. Phonetics and phonemics or phonology. ഫെനറ്റിക്സ് നമ്മൾ ഏകദേശം കണ്ടു കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്ന ഫെനോളജിയിലേക്കാണ്. അതിന് മറ്റൊരു പേരാണ് ഫെനമിക്സ്. ക്വസ്റ്റ്യൻ ഇതാണ്: ദ സ്റ്റഡി ഓഫ് ദി സൗണ്ട് സ്ട്രക്ചർ ഓഫ് എ ലാംഗ്വേജ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ടു ബ്രാഞ്ചസ്. ദേ ആർ ഫെനറ്റിക്സ് ടു ഫെനമിക്സ് ഓർ ഫെനോളജി. ഓക്കെ. The selection and organization of sounds in a particular language constitute the dash of that language. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. The selection and organization of sounds. ശബ്ദങ്ങളെ തിരഞ്ഞെടുക്കുകയും അവയെ ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിക്കുകയും ചെയ്യുക. സിലക്ഷൻ മീൻസ് തിരഞ്ഞെടുക്കലാണ്. ഓർഗനൈസേഷൻ മീൻസ് ക്രമീകരിക്കലാണ്. ഓഫ് സൗണ്ട്സ് ഇൻ എ പർട്ടിക്കുലർ ലാംഗ്വേജ്. ഒരു പ്രത്യേക ഭാഷ എന്ന് പറയാൻ കാരണം എല്ലാ ഭാഷകളിലെയും ശബ്ദങ്ങളെ തിരഞ്ഞെടുക്കലും അവയെ ക്രമീകരിക്കലും ഒരേ രീതിയിലല്ല. ഇപ്പോൾ ഇംഗ്ലീഷിൽ ങ് എന്നുള്ള സൗണ്ട് വെച്ചുകൊണ്ട് തുടങ്ങുന്ന ഒരു പദവുമില്ല. ബട്ട് ദ സൗണ്ട് ങ് കംസ് ഐദർ ഇൻ ദ മിഡിൽ ഓഫ് എ വേർഡ് ഓർ ഇൻ ദ ഫൈനൽ പൊസിഷൻ. ഫോർ എക്സാമ്പിൾ സിംഗ്, അവിടെ ങ് എന്ന് വന്നിരിക്കുന്ന ഫൈനൽ പൊസിഷനിലാണ്. സിംഗിങ് മിഡിൽ പൊസിഷനിലും വന്നു, അതോടൊപ്പം തന്നെ ഫൈനൽ പൊസിഷനിലും വന്നു. അപ്പൊ ഇംഗ്ലീഷിൽ ങ് വെച്ചുകൊണ്ട് തുടങ്ങുന്ന ഒരു ശബ്ദവുമില്ല. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ ഭാഷയിലും ഈ ശബ്ദങ്ങളെ എന്ത് ചെയ്യാൻ സെലക്ട് ചെയ്യുന്നതും ക്രമീകരിക്കുന്നതും ഓരോ പ്രത്യേക രീതിയിലായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ എ പർട്ടിക്കുലർ ലാംഗ്വേജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ദ സിലക്ഷൻ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ദ സൗണ്ട്സ് in a particular language that constitute the dash of that language. Phonology. സ്വരശാസ്ത്രം അല്ലെങ്കിൽ എന്താണ് ധ്വനിശാസ്ത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് ദ സ്റ്റഡി ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് സ്പീച്ച് സൗണ്ട്സ് ഇൻ ഈച്ച് ലാംഗ്വേജ്. ഡാഷ് ഈസ് ദ സ്റ്റഡി ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് സ്പീച്ച് സൗണ്ട്സ് ഇൻ ഈച്ച് ലാംഗ്വേജ്. ദാറ്റ് ഈസ് phonology. Next question. Dash is the smallest distinctive unit of sound in the sound system of a language. ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. Dash is the smallest distinctive unit of sound in the sound system of a language. That is phoneme. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. സ്മോളസ്റ്റ് ഡിസ്റ്റിങ്റ്റീവ് യൂണിറ്റ് എന്ന് ഫെനീമിനെ കുറിച്ച് പറയുമ്പം when we say smallest, it cannot be further subdivided. അതുകൊണ്ടാണ് സ്മോളസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ 44 ധ്വനികൾ കണ്ടു കഴിഞ്ഞു. അതിൽ 20 വവൽസ് ആണ്, 24 കോൺസണൻസ് ആണ്. ഈ 44 ധ്വനികളെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സബ്ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് സ്മോളസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പപ്പ് അല്ലെങ്കിൽ പി എന്നുള്ള കോൺസണന്റ് സൗണ്ടിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് സ്മോളസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഡിസ്റ്റിങ്റ്റീവ് എന്ന് പറയാൻ കാരണം when one phoneme is substituted by another phoneme there is a meaning change. ഒരു ധ്വനിക്ക് പകരം മറ്റൊരു ധ്വനി വെച്ചു കൊടുക്കുകയാണെങ്കിൽ അർത്ഥം തന്നെ മാറിപ്പോകും. ഇപ്പൊ സപ്പോസ് പ ഇ ട് പിറ്റ്, അതിൽ പേന് പകരം നമ്മൾ ക്ക് വെച്ചു കൊടുക്കുകയാണെങ്കിൽ കിറ്റ് എന്നുള്ള എന്തായിരിക്കും, ഡിഫറെന്റ് വേർഡ് വിത്ത് എ ഡിഫറെന്റ് മീനിങ്. വീണ്ടും ക്ക് മാറ്റി വെച്ചുകൊണ്ട് സ് വെച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെ സിറ്റ് എന്നായിട്ട് മാറും.
മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഡിസ്റ്റിങ്റ്റീവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ക്ലിയർ ആയില്ലേ? സ്മോളസ്റ്റ് ഡിസ്റ്റിങ്റ്റീവ്. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ: ഡാഷ് ഈസ് ദ സ്മോളസ്റ്റ് ഡിസ്റ്റിങ്റ്റീവ് യൂണിറ്റ് ഓഫ് സൗണ്ട് ഇൻ ദ സൗണ്ട് സിസ്റ്റം ഓഫ് എ ലാംഗ്വേജ് എ ഫെനീം. ഫെനീംസിനെ കുറിച്ച് ഇത്രേ നമുക്ക് പഠിക്കാനുള്ളൂ. ഇനി എന്താണ് മിനിമൽ പെയർ നോക്കാം. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ മിനിമൽ പെയർ ഓർ വാട്ട് ആർ മിനിമൽ പെയേഴ്സ്? ഓക്കെ, ഡാഷ് ആർ പെയേഴ്സ് ഓഫ് വേർഡ്സ് in which only one sound segment is different. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഡാഷ് ആർ പെയേഴ്സ് ഓഫ് വേർഡ്സ്. പെയേഴ്സ് എന്ന് പറയുമ്പോൾ ജോഡിയാണ്. എ പെയർ ഓഫ് വേർഡ്സ് ഇൻ വിച്ച് ഓൺലി വൺ സൗണ്ട് സെഗ്മെന്റ് ഈസ് ഡിഫറെന്റ്. ചില ജോഡി ശബ്ദങ്ങൾ, ഇംഗ്ലീഷിൽ അങ്ങനെ നമുക്ക് എത്ര ജോഡി ശബ്ദങ്ങളെയും എടുക്കാം. അതിൽ ഒരു ശബ്ദത്തിന് ഒരു സൗണ്ട് സെഗ്മെന്റിന് മാത്രം വ്യത്യാസം വരികയാണെങ്കിൽ അതാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? മിനിമൽ പെയേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എക്സാമ്പിൾ നോക്കുക. ബിറ്റ്, കിറ്റ്. ഈ ഒരു ജോഡിയിൽ ബ എന്നുള്ള സൗണ്ട് സെഗ്മെന്റും ക എന്നുള്ള സൗണ്ട് സെഗ്മെന്റിലും മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ബിറ്റ്, കിറ്റ്. ബാക്കി ബും കും മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഇറ്റ് എന്നുള്ളതാണ്. നെക്സ്റ്റ് നോക്കാം. സി, ബി. അതിൽ ഒരൊറ്റ സൗണ്ട് സെഗ്മെന്റ് മാത്രമേ ഡിഫറെന്റ് ആയിട്ടുള്ളൂ. അത് സ് ആൻഡ് ബ എന്നുള്ളതാണ്. സി ആൻഡ് ബി. സച്ച് പെയേഴ്സ് ഓഫ് വേർഡ്സ് ഇൻ വിച്ച് ഓൺലി വൺ സൗണ്ട് സെഗ്മെന്റ് ഓർ വൺ ഫെനീം ഈസ് ഡിഫറെന്റ് ഈസ് കോൾഡ് മിനിമൽ പെയേഴ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മിനിമൽ പെയേഴ്സിന് എക്സാമ്പിൾ നൽകി കഴിഞ്ഞു. ബിറ്റ്, കിറ്റ്, സി, ബി. അങ്ങനെ 5 or 10 ജോഡി പദങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിൽ അങ്ങനെ എന്ത് ചെയ്യാൻ തയ്യാറാക്കി വെക്കുക. ഓക്കെ, ഒറ്റ സൗണ്ട് സെഗ്മെന്റിൽ മാത്രമേ എന്ത് വരാൻ പാടുള്ളൂ? ഡിഫറൻസ് വരാൻ പാടുള്ളൂ. അപ്പോൾ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പലപ്പോഴും ആവർത്തിച്ച് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് സ്പീച്ച് സൗണ്ട്സ്. ഡാഷ് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് സ്പീച്ച് സൗണ്ട്. സംശയമേ വേണ്ട, ഫെനീമാണ്. Phoneme is the basic unit of speech sound in any language. Okay. Phoneme. A phoneme cannot be further subdivided. Phoneme എപ്പോഴും ശ്രദ്ധിക്കുക. നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. A phoneme cannot be further subdivided. ഒരു ധ്വനിയെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സബ്ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് വല്ലപ്പോഴും അപൂർവമായിട്ട് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ആർ ഹോമോഗ്രാഫ്സ് ആൻഡ് ഹോമോണിംഗ്സ്? അത് ഗ്രാമറിലും വരും, അതോടൊപ്പം തന്നെ എന്തിലും വരുന്നതാണ്? ഫെനറ്റിക്സിലും വരുന്നതാണ്. ഹോമോഗ്രാഫ്സ് ആൻഡ് ഹോമോണിംഗ്സ്. വേർഡ്സ് വിത്ത് സിംഗിൾ സ്പെല്ലിംഗ് ആൻഡ് 2 or more meanings are generally known as homographs. ഓർമ്മിക്കുക, ചില പദങ്ങളുടെ സ്പെല്ലിങ്ങിൽ വ്യത്യാസമൊന്നും ഉണ്ടായിരിക്കില്ല. സ്പെല്ലിംഗ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. പക്ഷെ അർത്ഥം എന്ത് ചെയ്യും? ഒരേ സ്പെല്ലിംഗ് ഉള്ള, ഒരേ ഉച്ചാരണമുള്ള ഒരു പദത്തിന് തന്നെ 1, 2, 3 അർത്ഥങ്ങൾ, 2 അതിൽ കൂടുതലോ അർത്ഥങ്ങൾ ഉണ്ടാവും. അത്തരം പദങ്ങളാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഹോമോഗ്രാഫ്സ്. എക്സാമ്പിൾ നോക്കാം. ഹോമോഗ്രാഫ്സിന് ബാങ്ക്. ബാങ്ക് മീൻസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ബാങ്ക് ഓഫ് ദി റിവർ എന്ന് പറയുമ്പോൾ അർത്ഥം ആകെ മാറിപ്പോയി. ബാങ്ക് മീൻസ് ഷോർ ആണ്, തീരം. അപ്പോൾ കായൽ തീരങ്ങൾക്ക്, നദിക്കരകൾക്ക് ബാങ്ക് എന്ന് പറയും. നമ്മുടെ ധനകാര്യ സ്ഥാപനങ്ങൾക്കും എന്തെന്ന് പറയും? ബാങ്ക് എന്ന് പറയും. ബാറ്റ്, നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന ആ വടിക്കും നമ്മൾ ബാറ്റ് എന്ന് പറയും. വവ്വാൽ അല്ലെങ്കിൽ വാവൽ, അതിനും നമ്മൾ എന്തെന്ന് പറയും? ബാറ്റ് എന്ന് പറയും. പ്രൊനൗൺസിയേഷനിലോ അതോടൊപ്പം തന്നെ സ്പെല്ലിങ്ങിലോ വ്യത്യാസമൊന്നുമില്ല. ഇത്തരം പദങ്ങൾ അറിയപ്പെടുന്ന ഏത് പേരിലാണ്? ഹോമോഗ്രാഫ്സ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. Words with single spelling. Single spelling here means same spelling and 2 or more meanings are generally known as homographs. ഒരേ സ്പെല്ലിംഗ്, അതോടൊപ്പം തന്നെ ഒരേ പ്രൊനൗൺസിയേഷൻ ആയിരിക്കും, പക്ഷെ അർത്ഥവ്യത്യാസം ഉണ്ടായിരിക്കും. അത്തരം പദങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? ഹോമോഗ്രാഫ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേർഡ്സ് വിച്ച് ആർ പ്രൊനൗൺസ്ഡ് alike but have different meanings are called dash. Words which are pronounced alike. ചില പദങ്ങൾ ഉച്ചരിക്കുക ഒരേ രീതിയിലായിരിക്കും, ബട്ട് ഹാവ് ഡിഫറെന്റ് മീനിങ്, പക്ഷെ അർത്ഥവ്യത്യാസം ഉണ്ടായിരിക്കും. അത്തരം പദങ്ങൾ അറിയപ്പെടുന്ന ഹോമോഫോൺസ്.
ഓർമ്മിക്കുക, ഹോമോഫോൺസ്. HOMOPHONES. എക്സാമ്പിൾ സി സി. പ്രൊനൗൺസിയേഷൻ സെയിം ആണ്, പക്ഷെ എന്തിൽ വ്യത്യാസമുണ്ട്? സ്പെല്ലിംഗിൽ വ്യത്യാസമുണ്ട്. CSEAC മീൻസ് കടലാണ്, SEEC മീൻസ് കാണുക എന്നുള്ള അർത്ഥമാണ്. പക്ഷെ സ്പെല്ലിംഗിൽ വ്യത്യാസമുണ്ട്, പ്രൊനൗൺസിയേഷൻ സെയിം ആണ്. മറ്റൊരു ജോഡി പദം നോക്കാം. റോഡ് റോഡ്. ROD റോഡ് മീൻസ് സ്മോൾ സ്റ്റിക്ക്, ചെറിയ വടിക്ക് നമ്മൾ എന്തെന്ന് പറയും? റോഡ് എന്ന് പറയും. ROAD റോഡ് മീൻസ് വഴി, പാത എന്നുള്ള അർത്ഥത്തിൽ. നെക്സ്റ്റ് വീണ്ടും നോക്കാം. റൈസ് RISE റൈസ് RICE. അപ്പൊ ഇത്തരം പദങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹോമോഫോൺസ്. വേർഡ്സ് which are pronounced alike but have different meanings are called homophones. Example see see. Spelling നോക്കാം. SEAC SEEC. road road ROD road ROAD road. റൈസ് ഉയരുക RISE റൈസ് RICE. എന്താണ്? ബോയിൽഡ് റൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചോറാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് സെക്ഷനിലേക്ക് നമ്മൾ വരികയാണ്. ദ സിലബിൾ. എന്താണ് സിലബിൾ നോക്കാം. സിലബിളിന് നമുക്ക് മലയാളത്തിൽ ഉച്ചരിത ശബ്ദം എന്ന പേരിലാണ് സിലബിൾ അറിയപ്പെടുന്നത്. ദ യൂണിറ്റ് ദാറ്റ് ഈസ് നെക്സ്റ്റ് ഇൻ ഹയറാർക്കി ടു ദ സ്പീച്ച് സൗണ്ട്. To the speech sound here means to the phoneme is the dash syllable. The unit that is next in hierarchy to the speech sound or the phoneme is the syllable. അതായത് ഫെനീം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഫെനീംസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എ ലാംഗ്വേജ്. ആ ക്വസ്റ്റ്യനെ ഞാൻ അഡീഷണൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്, ശ്രദ്ധിക്കുക. ഫെനീംസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എ ലാംഗ്വേജ്. ഏതൊരു ഭാഷയും കെട്ടിപ്പടുക്കുന്ന അതിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ഏതായിരിക്കും? ഫെനീംസ് ആയിരിക്കും. ധ്വനികൾ കഴിഞ്ഞാൽ പിന്നെ ധ്വനികളെ സെലക്ട് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? സിലബിൾ. സിലബിൾ എന്ന് പറയുമ്പോൾ ഉച്ചരിത ശബ്ദം. ഓക്കെ. ദ യൂണിറ്റ് ദാറ്റ് ഈസ് നെക്സ്റ്റ് ഇൻ ഹയറാർക്കി ടു ദ സ്പീച്ച് സൗണ്ട്. സ്പീച്ച് സൗണ്ട് എന്നുള്ളതിന് പകരം ഫെനീം വെച്ച് കൊടുക്കാം. ഈസ് ദ സിലബിൾ. അതേ ക്വസ്റ്റ്യൻ തന്നെ മാറി നമുക്ക് ഈ രീതിയിലും ചോദിക്കാം. അറ്റ് എ ലെവൽ ഹയർ ദാൻ ദ ഇൻഡിവിജ്വൽ സൗണ്ട് സെഗ്മെന്റ്സ്. അറ്റ് എ ലെവൽ ഹയർ ദാൻ ദ ഇൻഡിവിജ്വൽ സൗണ്ട് സെഗ്മെന്റ് ദർ ഈസ് അനദർ യൂണിറ്റ് കോൾഡ് സിലബിൾ. അതായത് ഇൻഡിവിജ്വൽ സൗണ്ട് സെഗ്മെന്റ് ഫെനീം കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് ഹയറായിട്ട് നിൽക്കുന്ന, അതിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന യൂണിറ്റ് ആണ് എന്ത്? സിലബിൾസ്. ഓക്കെ. വേർഡ്സ് ഹാവിംഗ് ഓൺലി വൺ സിലബിൾ ഈസ് കോൾഡ് മോണോസിലബിക് വേർഡ്സ്. ഓർമ്മിക്കുക, വേർഡ്സ് ഹാവിംഗ് ഓൺലി വൺ സിലബിൾ, ഒറ്റ സിലബിൾ മാത്രമുള്ള പദങ്ങൾ മോണോസിലബിക് വേർഡ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ സപ്പോസ് ഈറ്റ്, ഗോ, ജംപ്, റൺ, ഇതിലൊക്കെ തന്നെ എന്തേ ഉള്ളൂ? ഒറ്റ സിലബിളേ ഉള്ളൂ. ഒരു സിലബിളിനെ നമ്മൾ തീരുമാനിക്കുന്നത് അതിൽ വവലാണ്. ഒരു പദം എടുത്തിട്ട് അതിൽ എത്ര വവൽസ് ഉണ്ട് എന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. വവൽസും അതോടൊപ്പം തന്നെ അതിൻ്റെ സിലബിളും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇപ്പൊ സപ്പോസ് എക്സാമിനേഷൻ, നമ്മൾ പരീക്ഷ എന്നുള്ളതിന് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എക്സാമിനേഷൻ എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് സിലബിൾ ആണ് ഇഗ്, അതിലെ വവൽ ഇ ആണ്. രണ്ടാമത്തെ സിലബിൾ ആണ് സേ, അതിലെ വവൽ ഐ എന്നുള്ളതാണ്, സേ. മൂന്നാമത്തെ സിലബിൾ മി, അതിലെ വവൽ ഇ ആണ്, ഇക്സാമി. നെയ്, നാലാമത്തെ സിലബിൾ നെയ് ആണ്, അതിലെ ഡിഫ്തോങ് ആണ് എയ്. ഷൻ, അതിലെ വവൽ വീക്ക് വവൽ ആയ ആണ്. അപ്പൊ ദ വേർഡ് എക്സാമിനേഷൻ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓഫ് 5 സിലബിൾസ്. ഓക്കെ. അങ്ങനെ ഒറ്റ സിലബിൾ മാത്രമുള്ള പദങ്ങൾ അറിയപ്പെടുന്ന ഏത് പേരിലാണ്? മോണോസിലബിക് വേർഡ്സ്. ഓക്കെ. വേർഡ്സ് വിച്ച് ഹാവ് 2 syllables are called disyllabic words. Words which have or words which are constituted of 2 syllables are called disyllabic words. Di means DISY, disyllabic words.
അപ്പോൾ എക്സാമ്പിൾ ഫോർ ഡൈസിലബിക് വേർഡ്സ്, എക്സാമ്പിൾ പാക്കറ്റ്, പാക്കറ്റ് അതിൽ 2 സിലബിൾ പാക്കിറ്റ്. മറ്റൊന്ന് നോക്കാം, ഡോക്ടർ അതിൽ 2 സിലബിൾ, ഒന്ന് ഡോ, 2 എന്താണ് ചർ. 3 നോക്കാം, ഫാദർ ഫസ്റ്റ് സിലബിൾ ഫാ, സെക്കൻഡ് സിലബിൾ ദ. So words which have 2 syllables are called disyllabic words. Next, what are polysyllabic words? Next question, what are polysyllabic words? P-O-L-Y. Words having more than 2 syllables are called. Words having more than 2 syllables are called polysyllabic words. 2ൽ കൂടുതൽ ഉച്ചരിത ശബ്ദങ്ങളുള്ള പദങ്ങൾ അറിയപ്പെടുന്ന ഏത് പേരിലാണ്? പോളിസിലബിക് വേർഡ്സ്. എക്സാമ്പിൾ എക്സാമിനേഷൻ, ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ എന്നുള്ളത് നമ്മൾ അതിനെ സിലബിക് ഡിവിഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ ബ്യൂട്ടിഫുൾ. ഇമ്പോർട്ടൻറ്റ് നമ്മൾ സിലബിക് ഡിവിഷനിലേക്ക് പോകുമ്പോൾ ഇംപോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ 2ൽ കൂടുതൽ സിലബിൾ കടന്നു വരുന്ന പദങ്ങൾ അറിയപ്പെടുന്ന ഏത് പേരിലാണ്? പോളിസിലബിക് വേർഡ്സ്. അപ്പോൾ മോണോസിലബിക് വേർഡ്സ് ഹാവ് ഓൺലി 1 syllable. Disyllabic words consist of 2 syllables. Polysyllabic words consist of 3 or more syllables. Okay, in a syllable the vowel is called its dash. The most important element in a syllable is its nucleus. എപ്പോഴും ഒരു സിലബിളിന്റെ ന്യൂക്ലിയസ് അതിൽ എന്തായിരിക്കും? വവൽ ആയിരിക്കും. അപ്പോൾ in a syllable the vowel is called its nucleus. If there is no nucleus, there is not at all a syllable. ന്യൂക്ലിയസ് ഇല്ല എങ്കിലും ഒരിക്കലും ഒരു സിലബിൾ ഉണ്ടാവില്ല. അപ്പോൾ ഒരു സിലബിളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ് അതിൽ വവലാണ്. ഈവൺ വിത്തൗട്ട് കോൺസണൻസ് ദർ ക്യാൻ ബി എ സിലബിൾ. ഇപ്പൊ കോൺസണന്റ് ഇല്ല എങ്കിൽ പോലും അവിടെ ഒരു സിലബിൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഐ എന്നുള്ള പ്രനൗൺ, ഞാൻ എന്നുള്ള അർത്ഥത്തിൽ അല്ലെങ്കിൽ കണ്ണ് എന്നുള്ള അർത്ഥത്തിൽ EYE, അതിൽ കോൺസണന്റ് ഒന്നുമില്ല, അതിൽ എന്ത് മാത്രമേ ഉള്ളൂ? ഡിഫ്തോങ് ആയിട്ടുള്ള ഐ മാത്രമേ ഉള്ളൂ. അപ്പൊ മനസ്സിലാക്കുക, ഒരു സിലബിളിന്റെ കോർ അല്ലെങ്കിൽ ഒരു സിലബിളിന്റെ ന്യൂക്ലിയസ് എപ്പോഴും അതിൽ എന്തായിരിക്കും? വവലായിരിക്കും. The consonant that begins a syllable is called. The consonant with a word begins. ഒരു പദം തുടങ്ങുന്നത് ഒരു കോൺസണന്റ് സൗണ്ട് വെച്ചുകൊണ്ടാണെങ്കിൽ അത് അറിയപ്പെടുന്ന, അത്തരം കോൺസണന്റ് അറിയപ്പെടുന്ന ദ റിലീസിംഗ് കോൺസണന്റ് ഓർ ദ ഓൺസെറ്റ്. ഇപ്പൊ സപ്പോസ് ബുക്ക്, കാറ്റ്, ഡോഗ്, അതിൽ ബുക്ക് എന്നുള്ളത് തുടങ്ങിയിരിക്കുന്ന ബ എന്ന് വെച്ചുകൊണ്ടുള്ള കോൺസണന്റ് ആണ്. കാറ്റ് ക വെച്ചുകൊണ്ടാണ്, ഡു വെച്ചുകൊണ്ടാണ്. അങ്ങനെ ഒരു പദം തുടങ്ങുന്നത് ഒരു കോൺസണന്റ് വെച്ചുകൊണ്ടാണെങ്കിൽ ആ കോൺസണന്റ് അറിയപ്പെടുന്ന റിലീസിംഗ് കോൺസണന്റ് അല്ലെങ്കിൽ ഓൺസെറ്റ് ഒന്നാണ്. ഓൺസെറ്റ് എന്നുള്ള ഒരു ടെക്നിക്കൽ ടേം ആണ്, ഓർമ്മിക്കുക, ONSET. Okay, the consonant that comes at the end of a syllable is called arresting consonant or coda. Okay.